അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 8ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാമിൻ, ഈദുൽ മുഅ്മിനീൻ. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. വിശ്വാസികളുടെ ആഘോഷ ദിവസമാണത്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരും. വെള്ളിയാഴ്ചയിലെ ആദ്യ സമയം പള്ളിയിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. പിന്നീട് വരുന്നവർക്ക് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, ശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, തുടർന്ന് വരുന്നവർക്ക് കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കുരുവിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലവും, അതിനുശേഷം വരുന്നവർക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലവും ലഭിക്കും. പ്രഭാതം മുതൽ ഇമാം ഖുതുബക്ക് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയം 6ആയി ഭാഗിച്ചുകൊണ്ടാണ് ഈ പ്രസ്തുത ക്രമം കണക്കാക്കുന്നത്. വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയമുണ്ട്. ഒരാഴ്ചയുടെ പാപം പൊറുക്കാൻ ജുമുഅ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും ശർഈയായ ഉദ്റുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. ശർഈയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബ്ഹിനു ശേഷം യാത്ര പോവൽ ഹറാമാണ്. ജുമുഅ നിർബന്ധമായ നാട്ടിൽ വച്ചാവുക. ളുഹറിൻ്റെ വഖത്തിൽ ആവുക. ജുമുഅക്ക് മതിയാവുന്ന 40 ആളുകളെ കൊണ്ടാവുക. 2 ഖുതുബക്ക് ശേഷമാവുക. ജുമുഅയുടെ 1-ാം റക്അത്ത് ജമാഅത്തായി നടക്കുക. ആ ജുമുഅയോട് കൂടെയോ അതിൻ്റെ മുമ്പോ ആ ദിവസം ആ നാട്ടിൽ മറ്റൊരു ജുമുഅ നടക്കാതിരിക്കുക. എന്നാൽ ശർഈയായ ചില കാരണങ്ങളാൽ ഒരു നാട്ടിൽ ഒന്നിലധികം ജുമുഅ അനുവദനീയമാവുന്ന സാഹചര്യമുണ്ടാവാം. തുടങ്ങിയവ ജുമുഅയുടെ ഷർത്തുകളാണ്. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ സൂറത്തുൽ കഹ്ഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്തും കൂടുതലായി ചൊല്ലുക. സുബ്ഹിനു ശേഷം കുളിക്കുക. നഖം മുറിച്ചും ശരീരത്തിലെ അഴുക്ക് നീക്കിയും വൃത്തിയാവുക. നല്ല വെളുത്ത വസ്ത്രം ധരിക്കുക. സുഗന്ധം പൂശുക. നടന്നു പോവുക. ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുക. തലമറക്കുക തുടങ്ങിയവ ജുമുഅയുടെ സുന്നത്തുകളാണ്. സ്വാദിഖ് പ്രബന്ധം അവസാനിപ്പിച്ചു. ജുമുഅയെക്കുറിച്ചുള്ള പ്രബന്ധം വളരെ ഭംഗിയായിട്ടുണ്ട്. ജസാക്കല്ലാഹു ഖൈറ. ഉസ്താദ് സ്വാദിഖിനെ അഭിനന്ദിച്ചു. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ജുമുഅ പാവങ്ങളുടെ ഹജ്ജാണ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. 1ാമത്തെ വർക്ക് നഖ്റഉ, നമുക്ക് വായിക്കാം. ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ പെരുന്നാൾ. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്ത്. അദ്ദുആഉ വൽ ഇജാബ, പ്രാർത്ഥനയും അതിൻ്റെ സ്വീകാര്യതയും. ശുറൂത്തുൽ ജുമുഅ, ജുമുഅയുടെ ഷർത്തുകൾ. ആദാബുൽ ജുമുഅ, ജുമുഅയുടെ അദബുകൾ. 2ാമത്തെ വർക്ക് നുജീബ്. ചോദ്യം 1. ആർക്കാണ് ജുമുഅ നിർബന്ധമുള്ളത്? ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും ശർഈയായ ഉദ്റുകളില്ലാത്തവരുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണ്. 2ാമത്തെ ചോദ്യം: ജുമുഅ ദിവസം പ്രത്യേകം ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത്?
ഉത്തരം സൂറത്തുൽ കഹ്ഫ്. 3. ജുമുഅ ദിവസം വർദ്ധിപ്പിക്കേണ്ടത് എന്ത്? ഉത്തരം സൂറത്തുൽ കഹ്ഫും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്തും. ചോദ്യം 4. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ത്? ഉത്തരം ദിവസങ്ങളുടെ നേതാവ്, വിശ്വാസികളുടെ ആഘോഷ ദിവസം. ആ ദിവസത്തിൽ ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേക സമയമുണ്ട്. ചോദ്യം 5. വെള്ളിയാഴ്ച ഒന്നാമത്തെ സമയം പള്ളിയിലെത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഉത്തരം ആദ്യ സമയം പള്ളിയിലെത്തുന്നവർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. ചോദ്യം 6. വെള്ളിയാഴ്ച സുബഹിനു ശേഷം യാത്ര പോവൽ ഹറാമാണ് ആർക്ക്? ഉത്തരം ജുമുഅ നഷ്ടപ്പെടുമെന്ന് വന്നാൽ വെള്ളിയാഴ്ച സുബഹിനു ശേഷം യാത്ര പോവൽ ഹറാമാണ്. ചോദ്യം 7. ഒരാളെ അഭിനന്ദിക്കാൻ അറബിയിൽ എന്താണ് പറയേണ്ടത്? ഉത്തരം ജസാക്കല്ലാഹു ഖൈറ. മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖ്താറു മിനൽ ഖൗസൈൻ ബ്രാക്കറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1. ശർഈയായ കാരണമില്ലാതെ ഡാഷ് ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീൽ വെക്കും. യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നെടുക്കാം. 1, 2, 3. ഇതിനോട് യോജിച്ചത് ശർഈയായ കാരണമില്ലാതെ 3 ജുമുഅ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീൽ വെക്കും. എടുത്തെഴുതാം. രണ്ടാമത്തത് ഡാഷ് ജുമുഅ ഫർളാണ്. ബ്രാക്കറ്റിൽ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, എല്ലാവർക്കും. ജുമുഅ നിർബന്ധമായത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാർക്ക് എന്ന് അങ്ങോട്ടെടുത്തെഴുതാം. 3. ജുമുഅയുടെ സമയം ഡാഷ് ബ്രാക്കറ്റിൽ വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്, വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്ത്. ശരിയായ ഉത്തരം വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്ത്. എടുത്തെഴുതാം. നാലാമത്തത് ജുമുഅക്ക് ഉണ്ടായിരിക്കേണ്ട ആളുകളുടെ എണ്ണം 27, 40, 4. ശരി ഉത്തരം 40. എടുത്തെഴുതാം.